മെഗാലോബ്ലാസ്റ്റിക് അനീമിയയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇമേജിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഇതൊരു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ RBC ആണ്. അപ്പോൾ ഇവിടെ നോർമൽ ആയിട്ടുള്ള RBC, ഇവിടെ ഭയങ്കര വലുതായിട്ടുള്ള അതേപോലെ ഇമച്വർ ആയിട്ടുള്ള RBC ആണ് കാണുന്നത്. ഈ കണ്ടീഷനാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും അതിനെക്കുറിച്ച്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നത് വൈറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, അതുമല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എറിത്രോസൈറ്റ് മെച്ചുറേഷന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 ഫോളിക് ആസിഡും. അപ്പോൾ നോർമൽ എറിത്രോപോയിസിന്റെ പ്രോസസ്സിൽ നമുക്കറിയാം RBC ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എറിത്രോപോയിസിസ്. അപ്പം സെവറൽ സെൽ ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഈ ഡോട്ടർ സെല്ല് പാരന്റ് സെല്ലിനേക്കാളും സ്മോളർ ആയിരിക്കും. ബിക്കോസ് ദർ ഇസ് നോ മച്ച് ടൈം ഫോർ ദ സെൽ എൻലാർജ്മെന്റ് ബിറ്റ്വീൻ ഡിവിഷൻ. അപ്പോൾ ഇവിടെ വൈറ്റമിൻ B12 ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് റേറ്റ് ഓഫ് RNA DNA സിന്തസൈസിസ് റെഡ്യൂസ്ഡ്, ഡിലേയിങ് സെൽ ഡിവിഷൻ. അപ്പോൾ ഇവരുടെ സിന്തസൈസ് RNAയുടെയും DNAയുടെയും സിന്തസൈസ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സെൽ ഡിവിഷൻ ഡിലേ ആകുന്നു. അപ്പോൾ ഈ ടൈമിൽ സെൽസിന്റെ ഈ സെൽ ഡിവിഷൻ എടുത്ത് വളരെ ഗ്രോ ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. അപ്പം സർക്കുലേറ്റിംഗ് സെൽസ് ഇമേച്ചർ ആകാം, ലാർജർ ദാൻ നോർമൽ ആകാം, അതേപോലെ ന്യൂക്ലിയേറ്റഡ് ആകാം. അപ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഓരോ സെല്ലും ചിലപ്പോൾ നോർമൽ ആയിരിക്കും, ചിലപ്പോൾ അത് ഹൈ ആയിരിക്കും. പിന്നെ സെൽസ് ഫ്രാജൈൽ ആണ്, അപ്പോൾ പെട്ടെന്ന് അത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ ലൈഫ് സ്പാന് 40 to 50 days ആണ്. അപ്പോൾ ഡിപ്രസ്ഡ് പ്രൊഡക്ഷനും ഏർലി ലൈസിസും അനീമിയ ഉണ്ടാക്കുന്നു. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയയുടെ മോസ്റ്റ് കോമൺ ഫോം ആണ് പെർണീഷ്യസ് അനീമിയ. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഫീമെയിൽസ് ആണ്. 40 to 65 years ഓഫ് ഏജ് ഉള്ള ഫീമെയിൽസിലാണ് കാണുന്നത്. ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ബോഡിയിൽ ഓട്ടോ ആന്റിബോഡി ഉണ്ടായി അത് നമ്മുടെ ബോഡിയിലുള്ള ഇൻട്രൻസിക് ഫാക്ടറിനെ പരേറ്റൽ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ പരേറ്റൽ സെൽസ് ആണ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ഇൻട്രൻസിക് ഫാക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൻസിക് ഫാക്ടർ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. പിന്നെ ഡയറ്ററി ഡെഫിഷ്യൻസി നമ്മൾ പറയുമ്പോൾ നോൺ വെജ് ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാരിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കമ്പാരറ്റീവ്ലി കുറവായിരിക്കും കമ്പയർഡ് ടു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെക്കാളും. പിന്നെ എന്താണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ കുറെ വർഷങ്ങൾ എടുക്കും. നമുക്ക് ചിലപ്പോൾ ആദ്യം ഒന്നത് സിഗ്നിഫിക്കൻ്റ് ആയി മനസ്സിലാവില്ല, പിന്നെയാണ് നമുക്കത് മനസ്സിലാവുക കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ അതർ കോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റൊമക്കിൽ ഒരു പാർട്ട് റിമൂവ് ആണെങ്കിൽ സ്റ്റൊമക്ക് അപ്പാടെ റിമൂവ് ചെയ്യുകയാണ് എന്ന കണ്ടീഷനിൽ, അതായത് ഗ്യാസ്ട്രക്ടമി ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പരേറ്റൽ സെൽസ് ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. പിന്നെ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, മാലിഗ്നന്റ് ഡിസീസ്, അയണൈസിങ് റേഡിയേഷൻ അത് നമ്മുടെ ഗ്യാസ്ട്രിക് മുക്കോസ ഡാമേജ് ചെയ്യും. അപ്പോൾ അത് പരേറ്റൽ സെൽസും എന്ത് ചെയ്യും, അതിനെ ഡാമേജ് ആക്കാം. അപ്പോൾ ഇൻട്രൻസിക് ഫാക്ടർ അവിടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പിന്നെ മാലബ്സോർപ്ഷന്റെ കേസിൽ ഇപ്പം ടെർമിനൽ ഇലിയൊക്കെ ഇൻഫ്ലെയിംഡ് ആണ് അല്ലെങ്കിൽ റിമൂവ്ഡ് ആണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ വൈറ്റമിന് അതിൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അവിടെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. വൈറ്റമിൻ B12 കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വൈറ്റമിൻ B12 മൈലിൻ പ്രൊഡക്ഷന് വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ്. അതിന്റെ ഡെഫിഷ്യൻസി ന്യൂറോളജിക്കൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാകും, കോമൺലി ഇൻ ദ സ്പൈനൽ കോഡ്. മ്യൂക്കോസൽ അബ്നോർമാലിറ്റീസ് സച്ച് ആസ് ഗ്ലോസൈറ്റിസ് ആർ ഓൾസോ കോമൺ, ഓൾദോ ദേ ആർ റിവേഴ്സിബിൾ. അപ്പം ഇവിടെ ഡിസ്റ്റർബ്ഡ് വിഷൻ, ന്യൂറോപ്പതി, മെമ്മറി മാൽഫങ്ഷൻ, ഡിപ്രഷൻ, സോളൻ ടങ്ക് ഇതൊക്കെ ഉണ്ടാവും. ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്ക് ആണ്. ടിനിറ്റിസ്, പാൽപിറ്റേഷൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാണാൻ കഴിയുന്ന സിംറ്റംസ്. ഇതൊക്കെയാണ് വൈറ്റമിൻ B12 റിച്ച് ഫുഡ്. അപ്പോൾ ഫിഷ്, ക്രാബ്, ചീസ്, ചിക്കൻ, എഗ്, റെഡ് മീറ്റ്, മിൽക്ക്, ആൽമണ്ട്സ് ഇതൊക്കെ വൈറ്റമിൻ B12 റിച്ച് ഫുഡാണ്. ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അനീമിയാണ്. അപ്പോൾ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി
മെഗാലോപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാക്കാം. പക്ഷെ അതിൽ ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാകുന്നില്ല. ഇത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒന്ന് ഡയറ്ററി ഡെഫിഷ്യൻസി കാരണം, പിന്നെ മാൽ അബ്സോർപ്ഷൻ, ദെൻ ആൻറ്റി കൺവൾസൻറ്റ് ഡ്രഗ്, പിന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ ഇതിൻ്റെ മെറ്റബോളിസത്തെ ഇൻ്റർഫിയർ ചെയ്യാം. അങ്ങനെയുള്ള കേസിലാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഇവിടെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ, അനീമിയുള്ള ആൾക്കാരിൽ അതിൻ്റെ അസോസിയേറ്റഡ് സിംറ്റംസ് ഒക്കെ ഒന്ന് ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിക്ക് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ പ്യൂർ ഗ്രോത്ത്, മെമ്മറി ലോസ്, പിന്നെ സോളൻ ടാങ്ക്, ഗ്രേ ഹെയർ, ഡിപ്രഷൻ, അപ്പറ്റൈറ്റ് ഇല്ലായ്മ, വിശപ്പില്ലായ്മ, ഫാറ്റിക്, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടായാൽ കുഞ്ഞിനെ എങ്ങനെയാണ് ബാധിക്കുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റിന് ഫോളിക് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ന്യൂറൽ ട്യൂബാണ് പിന്നീട് സ്പൈനും ബ്രെയിനുമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഇതിന് ഡെഫിഷ്യൻസി ഇതിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാക്കും. അതായത് സ്പൈന ബിഫിഡ, അതേപോലെ എൻസെഫാലി തുടങ്ങിയ കണ്ടീഷൻസ് ബേബിയിൽ ഉണ്ടാക്കും. ഒക്കെ അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. മീൻസ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒക്കെയാണ് ഫോളിക് ആസിഡ് റിച്ച് ഫുഡ് എന്നാണ് ഇവിടെ കുറേ വെജിറ്റബിൾ കാണിക്കുന്നുണ്ട്. കോളിഫ്ലവർ, ബ്രോക്കലി, ലീഫി ഗ്രീൻ, ഒക്ര, മഷ്റൂം, സീഡ്സ്, നട്ട്സ്, ബീൻസ്, ഇതൊക്കെ ഫോളിക് ആസിഡ് റിച്ച് ആണ്. ഓറഞ്ച്, പപ്പായ, ബീട്രൂട്ട്, അവക്കാഡോ, ഇതൊക്കെ റിച്ച് ആണ്. ഇത് കൂടുതലായിട്ടും നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 81 ഇയർ ഓൾഡ് ഉള്ള ഒരു വുമണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഈ സിംറ്റംസ് ഒക്കെ ആയിട്ട് വന്നത്. ഏതൊക്കെ സിംറ്റംസ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് വീക്ക്നെസ്, ഫാറ്റി, കൺഫ്യൂഷൻ, അതേപോലെ ഇപ്പോൾ ഒരു ഹൗസിൽ അവരെ കുറേ ആൾക്കാർ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുവാണ്. പക്ഷെ ഫിസിക്കലി അവിടെ ആരുമില്ല. അപ്പോൾ ഇവർക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും കാണുന്നില്ല. കൊയിലോൺ ചൈസ് ഓർ ക്രാക്കിംഗ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് മൗത്ത് ഒക്കെ നെഗറ്റീവാണ്. പക്ഷെ പാളറുണ്ട്. അപ്പം എന്ത് ഡെഫിഷ്യൻസിയാണ് ഈ പേഷ്യൻറ്റിനുള്ളത്? അപ്പോൾ ഈ പേഷ്യൻറ്റിന് കൺഫ്യൂഷൻ ഉണ്ട്, ഹാലുസിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഏത് വൈറ്റമിനാണ് കൊടുക്കേണ്ടതെന്നാണ്. വൈറ്റമിൻ B12 ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ ഫോളിക് ആസിഡിനും ഏകദേശം സിംറ്റംസ് വൈറ്റമിൻ B12 പോലെ തന്നെയാണ്. പക്ഷേ ഹാലുസിനേഷൻസ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വൈറ്റമിൻ B12 ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്.